ഹായ്, ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ്. ഞായറാഴ്ച നമുക്ക് കപ്പ കൊത്തിപ്പുഴുങ്ങിയതും മീൻ തലക്കറിയാണ്. അപ്പോൾ കപ്പയെല്ലാം ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പയ്ക്ക് അരയ്ക്കുമ്പോൾ നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. കറിവേപ്പിലയും വെളുത്തുള്ളി ഉള്ളിയും കാന്താരി ഉണ്ട്, കാന്താരി തേങ്ങായും മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ വേണം. അതപ്പോൾ കറിവേപ്പില ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കപ്പയെല്ലാം ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അല്ലാതെ വേവിക്കാൻ നോക്കിയിട്ട് കുക്കറിലല്ലാതെ വേവിക്കാൻ നോക്കിയിട്ട് വേകുകയില്ല, വേകാൻ ബുദ്ധിമുട്ടുള്ള കപ്പയാണ്. അതുകൊണ്ട് ഞാൻ കുക്കറിലിട്ട് ഒരു വിസിലടുപ്പിച്ചെടുത്തു. അപ്പോൾ നല്ലപോലെ വെന്തു കേട്ടോ. ഗ്യാസിനൊക്കെ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് ഞാൻ കുക്കറിൽ ഒരു വിസിലിട്ട് അടുപ്പിച്ചെടുത്തു. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അരപ്പൊക്കെ ചേർത്ത് ഒന്ന് ആവി കയറ്റി എടുക്കുവാണ്. ആവി കയറ്റി എടുത്തു കഴിഞ്ഞ് നമ്മൾ നല്ലപോലെ കുത്തി ഉടച്ചെടുക്കണം. നല്ലപോലെ ഇളക്കി കുഴച്ചെടുക്കണം. ഞാനത് സ്റ്റൗവിൽ നിന്ന് ഇറക്കി വെച്ചാൽ നന്നായിട്ട് കുത്തി ഉടച്ചെടുക്കുവാണ്. അപ്പോൾ ചിലയിടത്തൊക്കെ ഇതിനെ കപ്പ കുത്തിപ്പുഴുങ്ങുന്നല്ല, അരിഞ്ഞ് വേവിക്കുക അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എൻ്റെ നാട്ടിൽ ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി സ്റ്റൈലിൽ കപ്പ കുത്തിപ്പുഴുങ്ങുക എന്നാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ വലുതായിട്ട് വേവിക്കുമ്പോൾ ചെണ്ടം വേവിക്കുക എന്ന് പറയും. അപ്പോൾ അങ്ങനെ കപ്പ റെഡി ആയിട്ടുണ്ട്, കപ്പപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. എനിക്ക് സ്റ്റീൽ പാത്രത്തിൽ തിന്നാലേ ഒന്ന് തൃപ്തി വരുള്ളൂ കേട്ടോ. കുപ്പി പ്ലേറ്റിനെക്കാളും എനിക്കിഷ്ടം സ്റ്റീൽ പ്ലേറ്റാണ്. അപ്പം നല്ല കുടംപുളി ഇട്ട് വെച്ച മീൻ കറിയുണ്ട്. മീൻ തലക്കറിയാണ് കേട്ടോ. 2 പ്രാവശ്യം വെക്കാനുള്ള തല വാങ്ങിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ ഉണ്ട് കുടംപുളി ഇട്ട് വെച്ചത്. അപ്പം ഞാൻ കപ്പയും കപ്പപ്പുഴുക്കും മീൻ തല കറിയും കൂട്ടി കഴിച്ചിട്ട് വരാം. പിന്നെ വൈകുന്നേര സമയമാണ്. വൈകുന്നേരം ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് ഇന്ന് മോളുടെ ഒരു പരീക്ഷണമായിരുന്നു. യൂട്യൂബിൽ നോക്കി ചോക്ലേറ്റ് ബ്രൗണി ആണെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഉണ്ടാക്കി. പക്ഷേ നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു. പക്ഷേ ഇതിന് ഡാർക്ക് ചോക്ലേറ്റ് അല്ലായിരുന്നു വേണ്ട. ഡാർക്ക് ചോക്ലേറ്റ് ഇട്ടുകൊണ്ട് ഇത്തിരി ഒരു കയ്പ്പ് പോലെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ നമ്മുടെ നേരം പോക്ക് ഇവനാണ്. ഇവനങ്ങ് വന്നാൽ ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാനായിട്ട് ഞങ്ങൾ ഇവന് എന്തെങ്കിലും വെച്ചേക്കും, ബിസ്ക്കറ്റോ എന്തെങ്കിലും. അത് വാങ്ങിക്കാനായിട്ടാണ് ഇങ്ങനെ നോക്കി നമ്മളിങ്ങനെ ഇരിക്കും. നല്ല രസമാണ് ഇവൻ്റെ പരിപാടി കാണാൻ. അവനെന്നും നമ്മളെ വീട്ടിൽ വരും കേട്ടോ. 3-4 നേരം വരുവേ. ഇവിടെ വന്നാൽ പോവുകയില്ല. തൊട്ടടുത്ത വീട്ടിലെയാണ്. എന്നാലും നമ്മുടെ വീട്ടിലെ പോലെ കേട്ടോ. നമ്മുടെ വീട്ടിലെല്ലാം കയറി എപ്പോഴും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം ഇവൻ വരും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.